ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള ചരിത്രം എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അടിസ്ഥാനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്ക് പ്രീ വൈക്യു പഠിക്കുന്ന പോലെ പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് നമ്മുടെ ഒരു സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമായിട്ട് ഇത് നമുക്കൊന്ന് നോക്കാം. അഞ്ച് തെങ്ങ് കലാപം നടന്നത് 1697 അപ്പോൾ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697 അഞ്ചുതെങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ്. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിച്ച വർഷം 1695 അഞ്ചുതെങ്ങ് കോട്ടയുടെ ആകൃതി ചതുരാകൃതിയാണ്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിലെ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആറ്റിങ്ങൽ റാണിയാണ്, അല്ലെങ്കിൽ ഉമയമ്മ റാണി. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഉമയമ്മ റാണിയുടെ കാലത്ത് ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ നൽകിയ സ്ഥലത്ത് അവർ ഒരു വ്യാപാരശാല നിർമ്മിച്ചത് 1684. നെക്സ്റ്റ്, ആറ്റിങ്ങൽ കലാപം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാട്ടിലെ ഭരണാധികാരി ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ഏപ്രിൽ 15. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിരുന്നു അലക്സാണ്ടർ ഓം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. കയ്യൂർ സമരത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിനിടെ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനാണ് സുബ്ബരായൻ. മൊറാഴ സമരത്തെ തുടർന്ന് കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് KM കൃഷ്ണൻകുട്ടി മേനോനും രാമനും. നെക്സ്റ്റ്, പഴശ്ശി യുദ്ധങ്ങൾ. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം കോട്ടയം കേരള വർമ്മ പഴശ്ശിരാജ എന്നാണ്. പഴശ്ശിരാജയുടെ രാജവംശം കോട്ടയം രാജവംശമാണ്. പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1805 വരെയാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് പഴശ്ശി യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. പഴശ്ശിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിച്ചിരുന്ന രാജാവാണ് പഴശ്ശിരാജ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കോട്ടയം കേരള വർമ്മ പഴശ്ശിരാജയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവർ ചെമ്പൻ പോക്കർ, കൈറ്റേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമായിരുന്നു. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരള സിംഹം. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായിട്ട് പരാമർശിക്കുന്ന നോവലാണ് കേരള സിംഹം. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കേന്ദ്രമെന്ന് പറയുന്നത് പുരളിമല കണ്ണൂരിലാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. ബോംബെ ഗവർണറായ ജൊനാഥൻ ഡങ്കനാണ് പഴശ്ശിരാജാവുമായിട്ട് സന്ധിയിൽ ഏർപ്പെട്ടത്. കലാപകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രുവെന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് TH ബേബറാണ്. പഴശ്ശിയെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. മരണത്തിന് പോലും മായ്ക്കുവാനാവാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് TH ബേബറാണ്. മരണത്തിന് പോലും മായ്ക്കുവാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന രാജാവ് എന്ന് പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത് TH ബേബറാണ്.
രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് 1800-805 കാലഘട്ടത്തിലാണ്. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചവർ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈത്തേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ, പള്ളൂർ ഏമൻ നായർ എന്നിവരായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് 1802-ലാണ്. പഴശ്ശി കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങളാണ് കുറിച്യരും കുറുമ്പരും. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആർതർ വെല്ലസ്ലി ആയിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ തോമസ് ഹാർവേ ബേബർ ആയിരുന്നു. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30-നാണ്. പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലം മാവിലാം തോട്, മാനന്തവാടി, വയനാടിലാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകം രചിച്ചത് സർദാർ KM പണിക്കരാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KKN കുറുപ്പാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം, വയനാടാണ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായിട്ടുള്ള കറുവാർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിയിലാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയത് MD വാസുദേവൻ നായരാണ്. തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് നായർ പട്ടാള ലഹള എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ, തിരുവിതാംകൂറിലെ ബ്രിട്ടീഷുകാർക്ക് സൈനിക ആവശ്യത്തിനായി കൊടുക്കേണ്ട തുക അധികമായി വന്നപ്പോൾ വേലുത്തമ്പി ദളവ നായർ പട്ടാളത്തിന്റെ ആനുകൂല്യം കുറച്ചതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് നായർ പട്ടാള ലഹള. നായർ പട്ടാളം ലഹള നടന്ന വർഷം 1804-ലാണ്. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വെച്ച് നടത്തിയ ചരിത്രപ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്നത് 1809 ജനുവരി 11-നാണ്. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. വേലുത്തമ്പിയെ നേരിടാനായിട്ട് തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് കേണൽ ലീഗർ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയൊക്കെയാണ്. അപ്പോൾ പുതിയൊരു ക്ലാസ്സായിട്ട് വീണ്ടും. അപ്പോൾ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെ വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.